ഞാൻ ഈ പറയുന്ന 10 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച ശേഷം ജോയിൻ നിങ്ങൾക്ക് ഒരു മാസം ഇത്ര ഏൺ ചെയ്യാൻ പറ്റുമെന്നാണ് എല്ലാവരും പറയുന്നത്. ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ ആരും പറയാറില്ല. ഒരു 45,000 രൂപ ഉണ്ടാക്കാം. പുതിയൊരു ജോയിൻ ചെയ്യുന്നവർക്കാണെങ്കിൽ 2 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് സ്വിഗ്ഗി ഇൻസ്റ്റമാർട്ട് ഡെലിവറി ജോബിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് ജോയിൻ ചെയ്യണമെങ്കിൽ ഞാൻ ഈ പറയുന്ന 10 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച ശേഷം ജോയിൻ ചെയ്യും. പല യൂട്യൂബ് ചാനലിൽ പരസ്യങ്ങളും കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു മാസം ഇത്ര ഏൺ ചെയ്യാൻ പറ്റുമെന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ ആരും പറയാറില്ല. നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കണ്ട ശേഷം നിങ്ങൾ തീരുമാനിക്കുക നിങ്ങൾക്ക് ഈ ജോലി പറ്റിയതാണോ അല്ലേന്ന്. എന്നിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുക. ഈ ജോലി ആർക്കൊക്കെ പറ്റിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡൻസിന് പറ്റിയതാണ്. പിന്നെ പാർട്ട് ടൈം ജോലി ചെയ്യുന്നവർക്ക് പറ്റിയതാണ്. ഒരു ജോലിയും കിട്ടാത്തവർക്ക് ഫുൾ ടൈം ആയിട്ടും ചെയ്യാം ഈ ജോലി. 18 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും ഈ ജോലി ചെയ്യാം. ലൈസൻസും ഇതൊക്കെ ഉണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഈ ജോലി ചെയ്യാന്നുള്ളത്. ഇപ്പോൾ പഠിച്ചിട്ട് ജോലി ചെയ്യാത്ത പല ആൾക്കാരും കാണും. അപ്പോൾ അവർക്കൊക്കെ ഇത് പറ്റിയ ജോലിയാണ്. അപ്പോൾ വേറെ ജോലിക്ക് പോകുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ എക്സ്ട്രാ ഇൻകം ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതല്ലേ ഫാമിലിക്ക്. അപ്പോൾ വൈകിട്ട് വന്ന് ഓടുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ അവർക്കും ഈ ജോലി പറ്റിയ ജോലിയാണ്. നമ്മളെ ജോലി എന്ന് പറഞ്ഞാൽ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ബൈക്ക് ഓടിക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ബൈക്ക് ഓടിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ ഈ ജോലി ചേരാവൂ. ചിലർക്ക് ബൈക്ക് ഓടിക്കാൻ താല്പര്യം കാണില്ല. പിന്നെ ബാക്ക് പെയിൻ വരും. പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ ജോലി പറ്റിയതല്ല. ആദ്യമേ പറയാമല്ലോ. നമ്മളെ ഈ ജോലി ചെയ്യാൻ ബൈക്ക് മാത്രം പോരാ. അത് നല്ല കണ്ടീഷനുള്ള ബൈക്ക് ആയിരിക്കണം. മൈലേജ് ഒക്കെ ഉള്ള ബൈക്ക് ആയിരിക്കണം. നല്ല മൊബൈൽ ആയിരിക്കണം. നല്ല മൊബൈൽ എന്ന് ഉദ്ദേശിക്കുന്നത് നല്ല ബാറ്ററി ബാക്കപ്പ് ഉള്ള മൊബൈൽ ആയിരിക്കണം. പിന്നെ നമുക്ക് പവർ ബാങ്കും വേണം. ചിലപ്പോൾ ബാറ്ററി തീർന്നു പോയി നമുക്ക് ചാർജ് ചെയ്യാൻ വേണ്ടി. പിന്നെ മഴയത്ത് നമുക്ക് റെയിൻ കോട്ട്, പിന്നെ മൊബൈൽ ഹോൾഡർ പൗച്ച എന്താണെങ്കിലും മതി. തൂക്കിയിടുന്ന പൗച്ച എന്തായാലും മതി. അപ്പോൾ ഈ സാധനങ്ങളെല്ലാം നിർബന്ധമാണ്. ഇത് കേൾക്കുമ്പോൾ നിസ്സാരമാണെന്ന് തോന്നും. നമുക്കിത് ഓടി തുടങ്ങുമ്പോൾ നമ്മൾ ഡെയിലി ഇതൊക്കെ ഒരു അത്യാവശ്യ സാധനങ്ങളാണെന്ന് നിങ്ങൾക്ക് തോന്നും. ഒരു ഡെലിവറി പാർട്ട്ണർ ആദ്യം ഈ ജോലി തുടങ്ങണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം വന്നോണ്ട് ആപ്പ് ലോഗിൻ ചെയ്യണം. എന്നിട്ട് നമുക്ക് ഓർഡർ അടിക്കും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് അസൈൻ ചെയ്ത ശേഷം നമ്മൾ റാക്കിൽ പോയി പിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ കസ്റ്റമർ ലൊക്കേഷനിൽ ഡെലിവറി കംപ്ലീറ്റ് ചെയ്ത ഉടനെ തന്നെ അടുത്ത ഓർഡർ അടിക്കും. ഈ ഓർഡർ ഇല്ലാത്ത സമയത്താണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ 1/2 മണിക്കൂർ 3/4 മണിക്കൂറൊക്കെ വെച്ചായിരിക്കും ഈ ഓർഡർ അടിക്കുക. അപ്പോൾ അങ്ങനത്തെ കുറേ ഇഷ്യൂസ് ഉണ്ട്. ഓർഡർ ഉള്ള സമയത്ത് നിങ്ങൾക്ക് പടപട അടിച്ചുകൊണ്ടെങ്കിൽ നിങ്ങൾ ഡെലിവറി കംപ്ലീറ്റ് ചെയ്ത് ഉടനെ തന്നെ നിങ്ങൾക്ക് അടുത്ത ഓർഡർ അടിക്കും. ഇല്ലെങ്കിൽ വരുന്ന വഴിക്ക് അടിക്കും. പക്ഷേ ഇല്ലെങ്കിൽ നിങ്ങൾ വന്ന് കുറേ ടൈം വെയിറ്റ് ചെയ്യേണ്ടി വരും. ബോർഡിൽ വന്ന് കുറേ നേരം സ്റ്റോറിൻ്റെ ഫ്രണ്ടിൽ നിന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഓർഡർ അടിക്കുകയുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല യൂട്യൂബ് ചാനലും പറയാറുണ്ട്, പരസ്യങ്ങളിലൊക്കെ പറയാം നിങ്ങൾക്ക് ഇത്ര മാത്രം ഏൺ ചെയ്യാൻ പറ്റും ഒരു മാസം. പല ഇതിനെയും ബേസ് ചെയ്താണ് ഇത്. ഓടുന്ന സ്റ്റേറ്റ്, സിറ്റി, അപ്പോൾ ഇത് നിങ്ങൾ ഓടുന്ന പോഡ്, ഇതിനൊക്കെ ബേസ് ചെയ്താണ് നിങ്ങൾക്ക് കിട്ടുന്ന ഓർഡറിൻ്റെ പൈസ അനുസരിച്ച്. ഓരോ സ്റ്റേറ്റിലും ഓരോ എമൗണ്ടാണ്. അതുപോലെ ഓരോ സിറ്റിയിലും ഓരോ എമൗണ്ടാണ്. അപ്പോൾ നിങ്ങളെ പോഡിൽ ചില പോഡിൽ ഓർഡർ കാണും, ചില പോഡിൽ ഓർഡർ കാണില്ല. ചില പോഡിൽ സർജ് കാണും, അവിടെ സർജ് കാണത്തില്ല. നിങ്ങൾ ആദ്യം ഇറങ്ങിയ ഉടനെ നിങ്ങൾ വിചാരിക്കും ഓർഡർ ഇല്ല എന്നൊക്കെ വിചാരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് നിങ്ങൾക്ക് പറ്റിയ ജോലിയല്ല. അപ്പോൾ ഇതെല്ലാം ബേസ് ചെയ്താണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു കൂട്ടുകാരൻ വേറെ പോഡിൽ ഓടുകയാണ്. അപ്പോൾ അവിടെ നോക്കുമ്പോൾ നല്ല ഓർഡർ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യുന്ന വേറെ പോഡിലാണെങ്കിൽ ചിലപ്പോൾ അവിടെ ഓർഡർ ഇല്ലെങ്കിൽ നീ ഓർഡർ ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല ഞാൻ ഇറങ്ങിയത്, പക്ഷേ ഓർഡർ ഇല്ലല്ലോ എന്ന് പറയും. പിന്നെ ഓരോ ദിവസം തന്നെ ബേസ് ചെയ്തിരിക്കും. ചില ദിവസങ്ങളിൽ ഓർഡർ നല്ല കൂടുതലായിരിക്കും. ചില ദിവസങ്ങളിൽ നമ്മൾ നല്ല വൃത്തിയായി വെയിറ്റ് ചെയ്യേണ്ടി വരും. മണിക്കൂർ കണക്കിന് വെയിറ്റ് ചെയ്താലേ നമുക്ക് ഓർഡർ അടിക്കുകയുള്ളൂ. ചിലപ്പോൾ ഇൻസെൻറ്റീവ് പെട്ടെന്ന് ആക്കാൻ പറ്റും, ചിലപ്പോൾ നമുക്ക് ഡിലേ ആയിട്ട് വരും. അപ്പോൾ അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. ഇതിൻ്റെ മെയിൻ ചിലവെന്ന് പറയുന്നത് നമ്മൾ ദിവസവും പെട്രോൾ അടിക്കണം. പിന്നെ നമ്മൾ എഞ്ചിൻ ഓയിൽ ഇടയ്ക്ക് മാറ്റി കൊടുക്കേണ്ടി വരും. പിന്നെ ടയർ മാറ്റേണ്ടി വരും. ഇടയ്ക്കിടയ്ക്ക് മെയിൻ്റെനൻസ് വരും. നമുക്ക് ഒരു മാസം ഇത്ര മെയിൻ്റെനൻസ് ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ മൊബൈൽ റീചാർജ് ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് കിട്ടുന്ന എമൗണ്ടിൽ നിന്ന് ഈ ചിലവുകളെല്ലാം മൈനസ് ചെയ്താലേ നിങ്ങൾക്ക് എത്ര എമൗണ്ട് കിട്ടുമെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. അത് എല്ലാവർക്കും ഒരു എമൗണ്ട് ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ 40,000 50,000 ഞാൻ പറഞ്ഞില്ലേ, ചിലവ് കഴിഞ്ഞിട്ടാണ് കിട്ടുന്നത്. പക്ഷേ നമുക്ക് ഇതിൽ കൂടുതൽ വേണമെങ്കിൽ ഉണ്ടാക്കാം. നമ്മൾ 15-16 മണിക്കൂറൊക്കെ ഒരു ദിവസം വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് ഒരു 10,000-2,000 രൂപ കിട്ടും. നമുക്കൊരു 500 രൂപ പെട്രോളിന് ഇതിനെല്ലാം എക്സ്പെൻസ് മാറ്റി വെച്ചാലും ഒരു 1,500 രൂപ. അങ്ങനെയാണെങ്കിൽ 30 ദിവസം ഓടുകയാണെങ്കിൽ നമുക്കൊരു 45,000 രൂപ ഉണ്ടാക്കാം. പക്ഷേ നമ്മൾ അത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. നമ്മളെ ശരീരമാണെങ്കിലും നമ്മളെ വണ്ടിയാണെങ്കിലും അപ്പോൾ അത്രമാത്രം നമ്മൾ ഓടിക്കൊണ്ടിരിക്കേണ്ടി വരും. അപ്പോൾ അത്രയ്ക്ക് ഓടുന്ന ആൾക്കാരുണ്ട്. 10,000-2,000 രൂപയൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അത്രമാത്രം അവർ സ്പീഡിൽ കൊണ്ടുപോയി ഡെലിവറി ചെയ്ത് അത്രമാത്രം ബുദ്ധിമുട്ടായിരിക്കും. അതാണ് ഒരു പ്രശ്നം. ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് ഓർഡർ കിട്ടണമെങ്കിൽ നമ്മൾ സ്പീഡിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് വരണമെന്ന് പറയുന്നത്. ചിലപ്പോൾ നമ്മൾ പോകുന്ന സ്പോട്ടിൽ കസ്റ്റമർ പെട്ടെന്ന് ഫോൺ വിളിച്ചാൽ ഫോൺ എടുക്കത്തില്ല. ചിലപ്പോൾ അവരുടെ ബെല്ല് വെച്ചിട്ടുണ്ടാവില്ല. ചിലപ്പോൾ ബെല്ലുണ്ടെങ്കിലും വർക്ക് ആവത്തില്ല. അപ്പോൾ നമുക്ക് ചില സമയത്ത് ഭയങ്കര ഡിലേ ആയിരിക്കും. ഇപ്പോൾ ഫ്ലോട്ടിംഗ് ക്യാഷ് ആണെങ്കിൽ, അതായത് നമുക്ക് പേയ്മെൻറ്റ് കിട്ടുന്ന ക്യാഷ് ആണെങ്കിൽ അവർ സാധനം വാങ്ങിച്ച ശേഷമായിരിക്കും കാശ് എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതെല്ലാം നമ്മൾ ടൈം ഡിലേ ആവുകയാണ്. ഇപ്പോൾ ഗൂഗിൾ പേ ആണെങ്കിൽ അങ്ങനെയാണെങ്കിലും ടൈം ഡിലേ ആവും. ജസ്റ്റ് ഒരു പേരും ഒരു നമ്പർ മാത്രം വെച്ചേക്കും. നമ്മളവിടെ പോയി ഫോൺ ചെയ്താൽ ഫോൺ എടുക്കത്തില്ല. അടുത്തൊക്കെ നോക്കുമ്പോൾ നമുക്ക് ലൊക്കാലിറ്റി നോക്കുമ്പോൾ ആരും കാണത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ടാവും. ചിലപ്പോൾ നമ്മൾ അടുത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓർഡർ പെട്ടെന്ന് അടിക്കണമെന്നില്ല. ചിലപ്പോൾ ആ സമയം കൊണ്ട് വേറൊരാൾ പെട്ടെന്ന് കൊടുത്തിട്ട് വന്ന ആൾ ഓർഡർ എടുത്ത് പോയിട്ടുണ്ടാവും. നമുക്ക് ലോങ് അടിക്കുമ്പോഴാണ് പ്രശ്നം. നമ്മൾ ഇവിടെ അടുത്ത് ആൾ 2-3 ഓർഡർ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ലോങ് പോയിട്ട് വരുമ്പോൾ ഭയങ്കര ഡിലേ ആവും. ആ പോണ സമയത്ത് ഈ ഫ്ലോട്ടിംഗ് ക്യാഷും കൂടി ആണെങ്കിൽ പിന്നെ പറയണ്ട. ചിലർ പെട്ടെന്ന് പേയും, ചിലർ ഭയങ്കരമായിട്ട് ഡിലേ ആവും. അപ്പോൾ നമ്മൾ പിന്നെ ലോങ്ങും കൂടി പോയിട്ട് വരുമ്പോഴേക്ക് ബ്ലോക്കും എല്ലാം കൂടി കഴിഞ്ഞ് ഇവിടെ എത്തുമ്പോഴേക്ക് ആ സമയം കൊണ്ട് ഇതെല്ലാം പോയിട്ടുണ്ടാവും. ഈ സർജുള്ള സമയത്ത് നമുക്ക് ഇങ്ങനെയാണ് പ്രശ്നം. 7 രൂപയൊക്കെ സർജ് ഉള്ളപ്പോൾ നമുക്ക് ലോങ് അടിച്ചു തരും. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് വരുന്ന സമയം കൊണ്ട്
ആ ഒരു സർജ് നമുക്ക് മിസ്സാവും. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ പുതിയതായിട്ട് ജോയിൻ ചെയ്യണവർക്കാണെങ്കിൽ 2 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് എന്താണ് ഓൺ ബോർഡിങ് ഫീ പിടിക്കുന്നത്. അപ്പോൾ ഇവർക്ക് ആദ്യം തന്നെ ഓടിയ കാശ് ആദ്യത്തെ ചിലപ്പോൾ ഇന്ന് ഫസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്തായിരിക്കും, ഇന്നും നാളെയും കൂടി ഓടുന്ന കാശ് ഇവർ ഓൺ ബോർഡിങ് ഫീ പിടിക്കും. രാവിലെ തൊട്ട് രാത്രി വരെ ഓടിയിട്ട് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് അപ്പോൾ അവർക്ക് സ്വിഗ്ഗി ചെയ്താൽ പൈസ എടുത്തുകൊണ്ട് പോയി എന്ന് വിചാരിക്കും. അപ്പോൾ അങ്ങനെ സ്റ്റോപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ചിലർക്ക് ആദ്യമേ എടുക്കുമ്പോഴേ മടുക്കുവർക്ക്. ഈ ആദ്യത്തെ ഈ ഓൺ ബോർഡിങ് ഫീയും ഈ ബാഗും ടീഷർട്ട് മാത്രമേ ഉള്ളൂ. പിന്നെ നിങ്ങൾ ഓർഡർ ഡിലേ ആവണമെങ്കിൽ മാത്രമേ ഇവർ എക്സ്ട്രാ പേയ്മെൻറ്റ് നിങ്ങളെ ഈടാക്കത്തുള്ളൂ. അങ്ങനെ റോങ് ആക്ഷന് ഈ ടീഷർട്ട് വെയർ ചെയ്തില്ലെങ്കിൽ 50 രൂപ അങ്ങനെ. പിന്നെ ബാഗ്, നമ്മൾ സ്വിഗ്ഗിയുടെ ബാഗ് വേണം. പിന്നെ ഫോട്ടോ എടുക്കുമ്പോൾ അപ്പോൾ ബാഗ് വേണം. അതിനില്ലെങ്കിൽ 50 100 രൂപ ഇത്ര ഫൈൻ അടിക്കാറുണ്ട്. ഓർഡർ ഡിലേ ആവണമെങ്കിൽ അങ്ങനെ ഫൈൻ അടിക്കും. അല്ലാതെ എക്സ്ട്രാ ഇതായിട്ട് കട്ടിങ് ഒന്നുമില്ല. പക്ഷേ ഈ നമ്മൾ ചേരുമ്പോൾ നമ്മൾ ഇത്രയും ഈ എമൗണ്ട് നമ്മൾ കൊടുത്തിരിക്കണം. ഇപ്പോൾ എന്തെങ്കിലും നമ്മൾ കൊണ്ടുപോകണമെങ്കിൽ എന്തെങ്കിലും മിസ്സിങ്ങോ ഡാമേജോ, അതായത് നമ്മൾ എന്തെങ്കിലും കള്ളത്തരം കാണിക്കുക ചെയ്ത് കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടാണ് ഇവർ ഓൺ ബോർഡിങ് ഫീ പിടിച്ചു വയ്ക്കുന്നത്. എന്നിട്ട് ഇത് കേട്ടിരിക്കുന്നത് നമ്മൾ അത് പെർമനൻ്റ്ലി നമ്മൾ സ്വിഗ്ഗി ലീവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ 40-60 ദിവസത്തിനുള്ളിൽ നമ്മൾ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്നതാണ്. പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നു. അപ്പോൾ നമുക്ക് എഫ്എമ്മിന് സ്വിഗ്ഗി ഓഫീസിൽ നമുക്ക് കോൺടാക്ട് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയും. അപ്പോൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ ആലോചിച്ചിട്ട് വേണം പുതിയൊരു ജോയിൻ ചെയ്യണം ചേരാൻ. അപ്പോൾ ആദ്യമേ ഓൺ ബോർഡിങ് ഫീ പിടിച്ചല്ലോ എന്ന് പറഞ്ഞിട്ട് ചിലർ നിർത്തിപ്പോവും. ഇങ്ങനെ കുറേ പേര് നിർത്തിപ്പോയ ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. നമുക്ക് എങ്ങനെയാണ് കൂടുതൽ ഓർഡർ കിട്ടുന്നത് പറഞ്ഞാൽ പീക്ക് അവറിൽ നമുക്ക് നല്ല ഓർഡർ കിട്ടും. പിന്നെ ഫെസ്റ്റിവൽ ഡേ ആണെങ്കിൽ നമുക്ക് നല്ല ഓർഡർ ആയിരിക്കും. പിന്നെ കസ്റ്റമറിൻ്റെ ലൊക്കേഷൻ മാക്സിമം മാപ്പ് ഇട്ട് പോകാൻ നോക്കുക കൃത്യമായിട്ട്. അല്ലെങ്കിൽ കോൾ ചെയ്യുക കസ്റ്റമറിനെ. കോൾ എടുക്കുമെങ്കിൽ കൃത്യമായിട്ട് പോവുക. അല്ലെങ്കിൽ ചിലപ്പോൾ ചില കസ്റ്റമർ എടുക്കത്തില്ല. അപ്പോൾ മാപ്പ് ഇട്ട് കൃത്യമായിട്ട് പോവുക. എന്നാലും നമുക്ക് പെട്ടെന്ന് ഡെലിവറി ചെയ്തിട്ട് തിരിച്ചു വരാൻ പറ്റുള്ളൂ. എന്നാലും നമുക്ക് കൂടുതൽ ഓർഡർ അടിക്കുകയുള്ളൂ. മാക്സിമം ഓർഡർ ക്യാൻസൽ ചെയ്യാൻ നോക്കുക. മാക്സിമം ഓർഡർ ഡെലിവറി ചെയ്യാൻ നോക്കുക. പിന്നെ നല്ല ദൂരേക്കാണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക് ക്യാൻസൽ ചെയ്തേ പറ്റും. നമുക്ക് ചിലപ്പോൾ നമ്മൾ പോകുന്ന സ്പോട്ടിനെ കാട്ടി 5 കിലോമീറ്റർ 6 കിലോമീറ്റർ ദൂരെയാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അല്ല 1 കിലോമീറ്ററിന് ഉള്ളിലേക്കാണെങ്കിൽ നമുക്ക് പോയി ഡെലിവറി ചെയ്യാം, എക്സ്ട്രാ പേയ്മെൻറ്റ് വാങ്ങിച്ചിട്ട് കസ്റ്റമറിൻ്റെ നിന്ന്. അല്ലെങ്കിൽ നമുക്ക് അത് ഓർഡർ ചെയ്യണം, നമുക്ക് നഷ്ടമാണ്. നമ്മൾ കസ്റ്റമറായിട്ട് നല്ല വൃത്തിയായി ബിഹേവ് ചെയ്യുക, എന്നാലേ നമുക്ക് നല്ല റേറ്റിംഗ് കിട്ടത്തുള്ളൂ. റോഡിൽ ഇറങ്ങി കഴിഞ്ഞാൽ മാക്സിമം സ്പീഡിൽ പോകാതിരിക്കുക, ഒരു മീഡിയം ലെവലിൽ പോവുക. നൈറ്റ് ഷിഫ്റ്റ് ജോലി ചെയ്യുന്നവർ കൂടുതലായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ കുഴിയൊക്കെ ആണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റത്തില്ല, ചിലപ്പോൾ റെസിഡൻസ് നമ്പർ ഒന്നും ക്ലിയർ കാണത്തില്ല. അപ്പോൾ കസ്റ്റമറിനെ കോൺടാക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ചിലപ്പോൾ കസ്റ്റമർ കോൺടാക്ട് ചെയ്താൽ പുറത്ത് വരത്തില്ല. അപ്പോൾ അങ്ങനത്തെ കുറേ ഇഷ്യൂസ് ഉണ്ട്. പിന്നെ റോഡിൽ പട്ടികളുടെ ശല്യം ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ വണ്ടി പോകുമ്പോൾ പട്ടി എടുത്ത് കുറുകെ ചാടി കഴിഞ്ഞാൽ അങ്ങനത്തെ കുറേ ഇഷ്യൂസ് ഉണ്ട്. നിങ്ങൾക്ക് ആദ്യം ഈ ജോലി പറ്റുമോ എന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ആദ്യം ഒന്ന് പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുൾ ടൈം ആക്കാം. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം മാക്സിമം നിങ്ങൾ പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യുക. അപ്പോൾ 4-4.5 മണിക്കൂർ വർക്ക് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങളെ ഏരിയയിൽ എത്ര ഓർഡർ കിട്ടുന്നുണ്ട്. ആ പാർട്ട് ടൈമിൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു മാസം എത്ര രൂപ സമ്പാദിക്കാൻ പറ്റും നോക്കിയ ശേഷം നിങ്ങൾ ഒരു 1 മന്ത് കഴിഞ്ഞ ശേഷം ഫുൾ ടൈമിലോട്ട് മാറിയാലും കുഴപ്പമില്ല. ഇപ്പോൾ അല്ലാത്ത ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ ആദ്യമേ ഫുൾ ടൈം ആക്കിയിട്ട് പിന്നെ അപ്പോൾ നമ്മൾ വിചാരിക്കും ഓർഡറും ഇല്ല, നമ്മൾ സമയവും കളഞ്ഞ് നമ്മളിവിടെ വന്ന് രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇരുന്നിട്ട്. അതുപോലെ എല്ലാവർക്കും ഇത് പറ്റിയ ജോലിയില്ല. നിങ്ങളുടെ ആരോഗ്യം, ഏരിയ, നിങ്ങൾക്ക് ഓർഡർ കിട്ടുന്നുണ്ടോ ഇല്ലയെന്ന് നിങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ ഈ ജോലിയിൽ ജോയിൻ ചെയ്യാൻ. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ സ്വിഗ്ഗിയിൽ ഓടുന്നവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ് കണ്ടിരുന്ന ബാക്കിയുള്ളവർക്ക് കൂടി മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ. നമുക്ക് അടുത്ത വീഡിയോ കാണാം.